ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ പ്ലാനർ തെറ്റിച്ചു. കഴിഞ്ഞ ദിവസം വിഷൻ ബോർഡ് ഇട്ടു. ഈ ദിവസം പ്ലാനർ കാണിക്കാനാണ് വന്നത്. അത് പറയുന്നതിന് മുമ്പേ തെറ്റിപ്പോയി കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഈ വർഷത്തെ പ്ലാനർ. ഞാൻ എല്ലാ വർഷവും പ്ലാൻ ചെയ്യാറുണ്ട്, എല്ലാ മന്തും പ്ലാൻ ചെയ്യാറുണ്ട്, എല്ലാ ദിവസവും പ്ലാൻ ചെയ്യാറുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഭൂലോക ഉഴപ്പാണ് സുഹൃത്തുക്കളെ, ഭൂലോക ഉഴപ്പാണ്. അപ്പോൾ എനിക്ക് എന്നെ തന്നെ അത്ര വലിയ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും പ്ലാൻ ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ ചെയ്യുന്ന വേറൊരു കാര്യം ആണ്, ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം എഴുതിയിട്ട് ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒട്ടിച്ചു വെക്കും. അങ്ങനെയാണ് ഞാൻ എല്ലാ ദിവസത്തെയും കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അങ്ങനെ പ്ലാൻ ചെയ്താലേ എൻ്റെ ദിവസം കൃത്യമായിട്ട് മുന്നോട്ട് പോകുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ഭൂലോക ഉഴപ്പാണ്. ഒന്നെങ്കിൽ ഉറങ്ങും, ഇല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യല്ല ഒന്നും. അതുകൊണ്ട് എനിക്കിഷ്ടം, കൂടുതലും ഇഷ്ടം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി ഒപ്പിച്ച് വെച്ച് ചെയ്യുന്നതാണ്. ഞാനത് കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ വർഷത്തെ 2 പ്ലാനർ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണം മന്ത്ലി പ്ലാനറും ഈ ചെറുത് ഡെയിലി കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനറാണ്. അപ്പോൾ അതിൽ ഡേറ്റ്, കലണ്ടറിൻ്റെ പേജ്, പിന്നെ നമുക്കൊരു മോട്ടിവേഷൻ കോട്ടുള്ളൊരു പേജ്, പിന്നെ നമ്മൾ എന്തൊക്കെയാണ് ഇതിപ്പം ഫസ്റ്റ് മന്തിൻ്റെ പേജാണ്. അപ്പോൾ ഞാൻ അവിടെ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതുപോലെ സൈഡിൽ മന്തിൻ്റെ ബേസിൽ അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ മന്തിനെ സ്റ്റാർട്ടിൽ ഒരു പോസിറ്റീവ് കോട്ടോടുകൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെയുള്ളത് ഈ ഒരു ചെറിയ ഡയറിയാണ്. ഇതൊരു ചെറിയ ഡയറി ടൈപ്പ് സാധനം. അതിൽ ഞാനിങ്ങനെ പ്ലാൻ ചെയ്തേക്കുന്നതാണ്. ഇതിൻ്റെ ഫസ്റ്റ് കുറേ പേജ് മിനി കലണ്ടറാണ് വരുന്നത്. അപ്പോൾ ഞാൻ ജോൺസിൻ്റെയും ജിൻസിൻ്റെയും എൻ്റെ അനിയന്മാരുടെയും അനിയത്തിയുടെയും ബർത്ത്ഡേ ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ക്ലാസ് ഉള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. പിന്നെ ഇങ്ങനെ ഓരോ ഡേറ്റ് വെച്ചിട്ടുള്ള ഭാഗമുണ്ട്, അത് നമ്മുടെ ഇഷ്ടത്തിന് പ്ലാൻ ചെയ്യാം. ഇത് ഞാനവിടെ എക്സ്ട്രാ കുറച്ച് പേപ്പർ സ്റ്റിക്ക് ചെയ്തേക്കുന്നതാണ് എനിക്ക് എല്ലാ ദിവസത്തെയും കാര്യങ്ങൾ എഴുതാനായിട്ട്. അപ്പോൾ ഞാൻ ഓരോ ദിവസം എന്താ ചെയ്യണ്ടേ, ഇത്ര മണിക്ക് ഇത്ര സമയത്ത് എന്തൊക്കെ ചെയ്യണം, അതൊക്കെ ഞാൻ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കതാ ഇഷ്ടം, അതുകൊണ്ട് ഞാനത് എല്ലാ ദിവസവും തന്നെ അത് ചെയ്യാറുണ്ട്. അതുപോലെ ഇത് രണ്ടുമാണ് എൻ്റെ ഈ വർഷത്തെ പ്ലാനർ എന്ന് പറയുന്നത്. ഇത് രണ്ടും പ്ലാൻ ചെയ്താണ് ഞാൻ ഈ വർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ പ്ലാനർ ഇപ്പം എൻ്റെ ഇല്ല, അത് നാട്ടിലാണ്. അത് കൊണ്ടുവരായിരുന്നു എന്ന് എനിക്ക് തോന്നി, പിന്നീട് നിങ്ങളെ കാണിച്ചു തരാമെന്ന് ഓർത്തു. പക്ഷേ എന്ത് ചെയ്യാനാ, കൊണ്ടുവന്നില്ല. അപ്പോൾ ഈ വർഷത്തെ എൻ്റെ 2 പ്ലാനർ ഇതൊക്കെയാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കിതൊന്നും ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. നമ്മളതിൽ എഴുതി വെക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ ഉണ്ട് എന്നുള്ളതിലാണ് ഇന്നത്തെ കാര്യം ഇരിക്കുന്നത് കേട്ടോ. അപ്പം ഇതൊന്നും ഇല്ലെങ്കിലും, ഇതുപോലത്തെ ഫാൻസി ബുക്കൊന്നും ഇല്ലെങ്കിലും നമുക്ക് പ്ലാൻ ചെയ്യാം. ഇതൊന്നും വേണ്ടാത്ത ആൾക്കാരും കാണും, അല്ലാതെ തന്നെ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നവർ കാണും. പിന്നെ ഇതൊക്കെ ഒരു മോട്ടിവേഷൻ്റെ ഒരു ഭാഗം എന്ന് മാത്രമാണ്. അപ്പോൾ ഇതൊക്കെ വേണ്ടവർ എന്ത് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനത്തെ ബുക്ക് തന്നെ വേണമെന്നൊന്നുമില്ല, സാധാരണ നോട്ടിലാണെങ്കിൽ നമുക്കിത് ചെയ്യാതേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഇനിയും ഇതുപോലത്തെ കൂടുതൽ വീഡിയോ ഞാൻ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ബൈ, ഹാവ് എ നൈസ് ഡേ.